ഹലോ, വെൽക്കം ബാക്ക് ടു HUV മലയാളം. നമ്മളിന്ന് കോപ്പറേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ മോഡ്യൂൾ 3 ആണ് നോക്കുന്നത്. ലീഡർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ്സ്. ലീഡർഷിപ്പ് ഈസ് എ ക്രൂഷ്യൽ ഫാക്ടർ ഇൻ ദ സക്സസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസിനും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സിൻസ് കോപ്പറേറ്റീവ് is democratic, member-oriented organization, leadership plays an important role in ensuring unity, participation and effective functioning. Important role വഹിക്കുന്നുണ്ട് ലീഡർഷിപ്പ്. അതായത് ഇവിടെ യൂണിറ്റി എൻഷുർ ചെയ്യാനും അതേപോലെ തന്നെ പാർട്ടിസിപ്പേഷനും എഫക്റ്റീവ് ഫംഗ്ഷനിങ്ങിനൊക്കെ ലീഡർഷിപ്പാണ് അവിടെ മെയിൻ ആയിട്ടൊരു ഫാക്ടർ ഉള്ളത്. A cooperative cannot success without capable and honest leadership. As leaders guide members, make decisions and ensure the achievement of organizational goals. ഒരു കോർപ്പറേഷന് ഒറ്റയ്ക്ക് എന്തായാലും ഒരു കാര്യം സക്സസ് ചെയ്ത് നേടാൻ പറ്റില്ല. അതിന് എന്തായാലും ലീഡർഷിപ്പ് വേണം. ആ ലീഡറായിട്ടുള്ള വ്യക്തിയാണ് അതിനെ മെമ്പേഴ്സിനെ ഗൈഡ് ചെയ്യുന്നതും ഡിസിഷൻ എടുക്കുന്നതും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ഒരു ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ്, ഗൈഡ് ആൻഡ് ഡയറക്റ്റ് ആൻഡ് പീപ്പിൾ ടു അച്ചീവ് കോമൺ ഒബ്ജക്റ്റീവ്സ്. ലീഡർഷിപ്പിന്റെ മീനിങ് ആണ് the ability to influence, guide and direct people to achieve common goals. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു. Then in cooperatives, leadership involves guiding members, encouraging participation, maintaining democratic values, promoting cooperations. ഒരു കോപ്പറേറ്റീവ്സിലാണ് ലീഡർഷിപ്പിന്റെ റോൾ എന്ന് വെച്ചാൽ മെമ്പേഴ്സിനെ ഗൈഡ് ചെയ്യുന്നു, എൻകറേജിങ് പാർട്ടിസിപ്പേഷന് വേണ്ടി എൻകറേജ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഡെമോക്രാറ്റിക് വാല്യൂസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ആൻഡ് പ്രൊമോട്ടിംഗ് കോപ്പറേഷൻ. ഡെഫിനിഷൻ ആണ് ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിംഗ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ടു അച്ചീവ് ഗോൾസ്. It is the ability to motivate and inspire people to work willingly. എന്താ പറയുക, മോട്ടിവേറ്റ് ചെയ്യാൻ ഇൻസ്പയർ ചെയ്യാൻ പീപ്പിൾസിനെ നല്ല രീതിയിൽ എന്താ പറയുക അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നാച്ചുറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലീഡർഷിപ്പ് നോക്കാം. ഒരു ഇൻഫ്ലുവൻസ് ബേസ്ഡ് പ്രോസസ്സാണ്. ലീഡേഴ്സാണ് ഇൻഫ്ലുവൻസിനെ ഫോളോവേഴ്സ് ചെയ്യാം. ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ്. എയിംസ് അറ്റ് അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ എയിം. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. ലീഡേഴ്സും മെമ്പേഴ്സും ഒക്കെ ഇൻവോൾവ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓൺഗോയിങ് ഡൈനാമിക്സ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നതാണ്. പക്ഷെ ചേഞ്ചസ് ഉണ്ടാവാം. സിറ്റുവേഷനിലാണ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു സർക്കംസ്റ്റൻസസ്. Then importance of leadership in cooperatives. കോപ്പറേറ്റീവ്സിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ലീഡർഷിപ്പിന് ഇമ്പോർട്ടൻസ് നോക്കാം. എൻഷുവേഴ്സ് യൂണിറ്റി among members. മെമ്പേഴ്സിന് എല്ലാ മെമ്പേഴ്സിനും ഒരേ യൂണിറ്റി ഉറപ്പാക്കുക. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം. എല്ലാ പാർട്ടിസിപ്പേഷനും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യാം. ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ്. അതേപോലെ തന്നെ ലീഡർഷിപ്പ് ഈസ് എ ബാക്ക് ബോൺ ഓഫ് കോപ്പറേറ്റീവ് സക്സസ്. ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസിന്റെ പിന്നിൽ നല്ല കോപ്പറേറ്റീവ് നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും. അതാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. എങ്ങനെയാണ് ഒരു ഗുഡ് ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അതായത് ഹോണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നോളജ് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഒക്കെ നന്നായിട്ട് വേണം, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി വേണം, മോട്ടിവേഷണൽ സ്കില്ല് വേണം, കോപ്പറേറ്റീവ് സ്പിരിറ്റ് വേണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം, പേഷ്യൻസ് ആൻഡ് ടോളറൻസ് വേണം, വിഷൻ ആൻഡ് ഫോർസൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നല്ലൊരു ലീഡർഷിപ്പ് ആവുള്ളൂ. എന്തൊക്കെയാണ് ലീഡേഴ്സിന്റെ ഫംഗ്ഷൻ നോക്കാം നമുക്ക്. ഒന്ന് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, അതായത് മെമ്പേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം. അവര് ആരെങ്കിലുമൊക്കെ വീക്കായിട്ട് ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ എൻകറേജ് ചെയ്യുക, എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. ഡിസിഷൻ മേക്കിംഗ് അതാണ് ചൂസിങ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. നല്ല ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക, അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. കോർഡിനേറ്റ് ചെയ്യാം, അതിനൊരു ടീം വർക്കിനെ ഉണ്ടാക്കുക. കമ്മ്യൂണിക്കേഷൻ, ഷെയറിങ് ഇൻഫോർമേഷൻസ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സും ഏതൊരു ഇതും നല്ല സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ. എല്ലാ മെമ്പേഴ്സിനായിട്ടും എല്ലാവരായിട്ടും ഒരേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ്. എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ മെമ്പേഴ്സും ലീഡേഴ്സും തമ്മിലൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നല്ല രീതിയിൽ സോൾവ് ചെയ്തിട്ട് പോവുക.
മെയിൻറ്റെയിൻ യുവർ ഡിസിപ്ലിൻ, എപ്പോഴും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതൊക്കെയാണ് ലീഡർഷിപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി 3 തരത്തിലുള്ള ലീഡർഷിപ്പ് ഉണ്ട്. നമുക്ക് ഏതാ നോക്കാം. ഒന്ന് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ആണ്. ലീഡേഴ്സ് ടേക്ക് ഡിസിഷൻ അലോൺ, നോ പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സ്, ബട്ട് നോട്ട് ഡെമോക്രാറ്റിക്. അതായത് ഓട്ടോക്രാറ്റിക് എന്ന് വെച്ചാൽ അതിൽ തന്നെ ഉണ്ട് ലീഡേഴ്സ് ടേക്ക് ഡിസിഷൻ അലോൺ, ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കുന്നതാണ് ലീഡേഴ്സ്. മറ്റുള്ളവരുടെ ഇതൊന്നും മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഒന്നും ഉണ്ടാവില്ല. ക്യുക്ക് ബട്ട് നോട്ട് ഡെമോക്രാറ്റിക്. ക്യുക്കായിട്ട് എടുക്കുന്നതാണ്, പക്ഷെ ഡെമോക്രാറ്റിക് രീതിയിലായിരിക്കില്ല. അടുത്താണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ, ലീഡേഴ്സ് കൺസൾട്ട് ആൻഡ് ഗൈഡ്സ്, എൻകറേജസ് കോപ്പറേഷൻ. ഇത് മെമ്പേഴ്സും കൂടെ പാർട്ടിസിപ്പേഷൻ ചെയ്യും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ. ലീഡർ ആയിരിക്കും കൺസൾട്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക ചെയ്യുക. ദെൻ എൻകറേജസ് കോപ്പറേഷൻ, എൻകറേജ് ചെയ്യും. ഇതിൽ ഡെമോക്രാറ്റിക് ബേസിലാണ്. ദെൻ മോസ്റ്റ് സൂട്ടബിൾ ഫോർ കോപ്പറേറ്റീവ്സ്. ഈ ഒരു ടെക്നിക്സ് ആണ് മിക്ക കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോപ്പറേറ്റീവ് കോപ്പറേഷൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്. ലൈസീസ് ഫെയർ ലീഡർഷിപ്പ്, ഫുൾ ഫ്രീഡം ടു മെമ്പേഴ്സ്, മിനിമം കൺട്രോൾ. ഈ ഒരു തരം ലീഡർഷിപ്പില് മുഴുവൻ കൺട്രോളും മെമ്പേഴ്സിന്റെ കയ്യിലായിരിക്കും. മിനിമലായിട്ട് മാത്രമായിരിക്കും അവരെ കൺട്രോൾ ചെയ്യുന്നതാവുക. ദെൻ റോൾ ഓഫ് ലീഡർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. കോപ്പറേറ്റീവ് മാനേജ്മെന്റിന് എങ്ങനെയാണ് ലീഡർഷിപ്പിന്റെ റോൾ എന്ന് വെച്ചാൽ പ്രൊമോട്ട്സ് ഡെമോക്രാറ്റിക് ഫംഗ്ഷനിങ്, ദെൻ എൻഷുവേഴ്സ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഇംപ്ലിമെന്റ് പോളിസീസ് എഫക്റ്റീവ്ലി, മെയിൻറ്റെയിൻ യൂണിറ്റി ആൻഡ് ഹാർമണി, അച്ചീവ്സ് ഓർഗനൈസേഷൻ ഗോൾ. ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ യൂണിറ്റി ഹാർമണി ഒക്കെ കോപ്പറേറ്റീവിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല എഫക്റ്റീവായ പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. എല്ലാവരെയും നല്ല രീതിയിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എൻഷുർ ചെയ്യും. ഡെമോക്രാറ്റിക് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും പ്രൊമോട്ട് ചെയ്യാം. അടുത്താണ് പ്രോബ്ലംസ് ഓഫ് ലീഡർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ്സ്. എന്തൊക്കെയാണ് ലീഡർഷിപ്പിന്റെ പ്രോബ്ലംസ് വരിക കോപ്പറേറ്റീവ്സിൽ? അതായത് ലാക്ക് ഓഫ് ട്രെയിൻഡ് ലീഡേഴ്സ്, അവർക്ക് അത്യാവശ്യം ട്രെയിനിങ് ഒന്നും ഇല്ലാതിരിക്കുക. ദെൻ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്, ദെൻ സെൽഫ് ഇൻട്രസ്റ്റ് ഓഫ് ലീഡേഴ്സ്, ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, വീക്ക് പാർട്ടിസിപ്പേഷൻ. നല്ലതല്ലാത്ത രീതിയിൽ വീക്കായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവർക്ക് അത്ര ട്രെയിനിങ്ങും എക്സ്പീരിയൻസസും ഇല്ലായിരിക്കുക. പിന്നെന്താ പറയാ, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ലീഡറാവുക. ഇതിന് പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ട് അങ്ങനെ മറ്റേ ലാക്ക് ഓഫ് ട്രെയിൻഡ് ലീഡേഴ്സ്. ഇതൊക്കെയാണ് ഒരു ലീഡർഷിപ്പിന്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ റെഡ്യൂസ് എഫിഷ്യൻസി ആൻഡ് ഗ്രോത്ത് എഫക്ട് ചെയ്യും, നമ്മുടെ കോപ്പറേറ്റീവ്സിനെ എഫക്ട് ചെയ്യും. ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ആണ്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് റിസോഴ്സസ്. ദെൻ ബോത്ത് ആർ എസെൻഷ്യൽ ഫോർ സക്സസ്. രണ്ടും രണ്ട് രീതിയിൽ എനിക്ക് വേണ്ടതാണ് ഒരു സക്സസിന് വേണ്ടിയിട്ട്. എന്താണ് ലീഡറും മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ലീഡർ എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസസ് പീപ്പിളിനെ ഇൻഫ്ലുവൻസസ് ചെയ്യാന്നുള്ളതാണ്. മാനേജർ വെച്ചാൽ കൺട്രോൾ ഓൾ വർക്കാണ്. ലീഡർ എന്ന് വെച്ചാൽ ഓൺലി ഫോക്കസ് ഓൺ പീപ്പിൾ. മാനേജർ എന്ന് വെച്ചാൽ ഓൺലി ഫോക്കസ് ഓൺ ടാസ്കുകളാണ്. ദെൻ ക്രിയേറ്റ് വിഷൻ ഇൻ ലീഡർ. അതായത് ലീഡർ വിഷനാണ് ക്രിയേറ്റ് ചെയ്യുക. മാനേജർ എന്ന് വെച്ചാൽ ഇംപ്ലിമെന്റ് പ്ലാൻസ് ആണ്. ലീഡർ മോട്ടിവേറ്റ് ചെയ്യും, മാനേജർ സൂപ്പർവൈസ് ചെയ്യും. Then leadership development and training. Leadership can be improved through education and training, seminars and workshops, practical experience, guidance and mentoring. ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് വരുന്നത് കുറച്ച് ട്രെയിനിങ് കൊണ്ട് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ സെമിനാർ വർക്ക്ഷോപ്പ് ഒക്കെ വെക്കുക, ഒരു എക്സ്പീരിയൻസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ ഡെവലപ്മെന്റ് ചെയ്യുക, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ട്രെയിനിങ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരിക. ഇമ്പോർട്ടൻസ് ഓഫ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ensures equality, promotes participation, builds trust, strengthens cooperative principles, is the foundation of cooperative success. Then finally, leadership is the key to success of cooperative societies. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസിന് മെയിൻ ആയിട്ടുള്ള ഒരു കീ ഫാക്ടറാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടാണ് ലീഡർഷിപ്പ് പോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ യൂണിറ്റി ഉണ്ടായിരിക്കും, നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും, പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും. A cooperative can achieve its objectives only with honest, capable and democratic leaders who work for the welfare of all members. നമ്മൾ നല്ല രീതിയിലാണ് ഒരു ലീഡർ വർക്ക് ചെയ്യുന്നത്, ഹോണസ്റ്റ് ആയിട്ടും ക്യാപിറ്റൽ ആയിട്ടൊക്കെയും ചെയ്യുന്നത്. നമ്മളെ എല്ലാ മെമ്പേഴ്സിനും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ലീഡർഷിപ്പിനെ കുറിച്ചാണ് എടുത്തത്. എക്സാമിന് തലേന്നൊക്കെ ഒന്ന്
ചാപ്റ്ററിന്റെ ഫുൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാനുള്ള ഒരു ടോപ്പിക്കാണിത്. ഒരു 10 മിനിറ്റിനുള്ളിൽ അത് ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം പഠിച്ചവരും ഒന്ന് റിവിഷനായിട്ട് നോക്കാം. ഇനി ഒന്നും പഠിക്കാതെയാണ് എക്സാമിന് പോകുന്നത് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഏതൊക്കെ രീതിയിലാണ് ഇതിനുള്ളിൽ മോഡുകളിനുള്ളിൽ ഉള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. താങ്ക് യു.